ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം കുറേ ദിവസമായി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ. ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം. ഇത് ഓണത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഓണത്തിൻ്റെ അന്ന് രാവിലെ എണീച്ചിട്ട് ഞാൻ വേഗം നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം അന്ന് നമ്മൾ സദ്യ പുറത്തുപോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നൂൽപുട്ട് വേഗമാക്കിയാൽ അന്നത്തെ കുക്കിംഗ് വേഗം കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ് നൂൽപുട്ടിന് നിൽക്കുന്നത്. പൊതുവേ ഇവിടെ ഉമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടായിരുന്നു. പുട്ടിങ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പം കുറച്ചായിട്ട് നൂൽപുട്ടിലേക്ക് മാറിയിരിക്കണം. ഇപ്പം ഇത് നല്ല തിളച്ച വെള്ളത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ അതിലിപ്പം ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് മോസം ഫാഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ആ പേരിൽ നമ്മളെ തന്നെ അക്കൗണ്ട് ഉള്ളൂ. അപ്പം മോസൻ ഫാഷൻ അടിച്ചു നോക്കൂട്ടോ. അതിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ അപ്പം നമ്മൾ സാധനം കൊടുക്കുന്നത്. കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓവർ പ്രൈസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അധികം ഇപ്പം നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഷോർട്ട് കുർത്തിയാണ്. ഇപ്പം ട്രെൻഡിങ് അതായതുകൊണ്ടാണ് ഷോർട്ട് കുർത്തി ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കോഡ് സെറ്റും ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. എന്നതാ ഞാൻ നൂൽപുട്ടെല്ലാം ആക്കിയിട്ട് അത് ഇങ്ങനെ കുക്കാവാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഈ നൂൽപുട്ടാക്കുന്ന ഈ ഒരു അച്ചുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിനെ മുന്നേയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഹാർഡായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. കൈ വേദന ആവായിരുന്നു പ്രസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ പൊടി മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി പൊടി കൊഴിച്ചപ്പം ഇപ്പോൾ കറക്റ്റായി കിട്ടുന്നുണ്ട്. അപ്പം അറിയുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അറിയാത്ത ആൾക്കാർക്കാണ് വേണ്ടി പറയുന്നത്. എന്നെ പോലെ ഞാൻ ആദ്യം പൊടി കൊഴിക്കുമ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ടേനും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഈ അച്ചിലാക്കിയെടുക്കുമ്പോൾ കൈ നല്ലോണം വേദന. ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അടിഭാഗത്ത് കൂടെ ഇറങ്ങി വരില്ലായിരുന്നു. ഭയങ്കര തിക്കായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് ലൂസാക്കി നല്ല അഴിഞ്ഞ് നമ്മൾ കുഴച്ചെടുക്കൂലേ, അപ്പം കറക്റ്റ് പെർഫെക്റ്റ് അതിനെ കിട്ടി. ഇനിയിപ്പോൾ അതാ നമ്മൾ നൂൽപുട്ടൊക്കെ കഴിക്കാൻ പോവാണ്. അതിലേക്ക് തേങ്ങാപ്പാലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്കും ബോറടിക്കുമല്ലോ ഫുൾ ഇങ്ങനത്തെ കിച്ചണിലുള്ള വീഡിയോസ് ആകുമ്പോൾ. അതുകൊണ്ടാണ് അത് ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോകാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് വേറൊരു കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ചു സദ്യ ഇങ്ങോട്ട് വാങ്ങാം. അപ്പം സദ്യ വാങ്ങുമ്പം അതിൽ കിട്ടുന്ന പായസം എന്തായാലും ഇവിടെ ആർക്കും തികയൂല. അപ്പോൾ ഞാൻ എക്സ്ട്രാ പായസം ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ മിൽമൻ്റെ പാലട മിക്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ടാണ്. ഇത് ശരിക്കും 2 പാക്കറ്റ് പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മിക്സ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കല. പക്ഷേ അങ്ങനെ ആക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് അധികം ടൈം എടുക്കുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നും. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യില്ല വെച്ചാൽ നമ്മൾ കുക്കറിൽ ആദ്യം ആ മിക്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുത്തും. ആ സമയം കൊണ്ട് പാല് തിളപ്പിക്കാനും വെക്കും. ഇപ്പോൾ അതാ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളെ വലിയ അടുപ്പിലേക്ക് തന്നെ പാല് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനതാ നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ ഞാൻ വേവിച്ച് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് ഒന്ന് തിളച്ച് വേഗം കുറുകി വന്നോളൂ. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. മറ്റേത് നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ ഈ മിക്സ് ഇട്ടിട്ട് ആക്കാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അതുപോലെ ഞാനിപ്പം 2 പാക്കറ്റ് പാലെടുത്തിട്ടാണല്ലോ ആക്കുന്നത്. അപ്പോൾ അതെല്ലാം ചൂടായി വറ്റി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. മധുരമുണ്ട്, എന്നാലും ഞാൻ വെറുതെ ഒരു സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് ഏകദേശം കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ സദ്യ വന്നപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കാണ്. സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് കുറേ ദിവസമായി ക്ലീൻ ആക്കണം വിചാരിച്ചിട്ട്. ഞാൻ എത്രയായി ഫ്രിഡ്ജ് ശരിക്കും ഇങ്ങനെ ലേറ്റ് ആവലില്ല. ഒന്നാമത് ഇമ്മ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാൻ മതിയോ, 2 ചെറിയ മക്കളാണ്. അപ്പോൾ ഓരെയും വെച്ചിട്ട്
കുക്കിങ്ങും ഇങ്ങനത്തെ ക്ലീനിങ്ങും കൂടി ഒന്നും കഴിയൂല. അപ്പം പെട്ടെന്ന് രാവിലെ മോനിക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത സാധനം അതേപോലെ തന്നെ എടുത്ത് വെക്കാൻ നേരം കിട്ടില്ല, പെട്ടെന്ന് ഇങ്ങനെ തീർക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഫ്രിഡ്ജും കൂടി ക്ലീൻ ചെയ്യാമെന്ന്. കുക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ ക്ലീനിങ്ങിൽ നിൽക്കൽ. അപ്പോൾ ഇതാ ഞാൻ ഇപ്പം ഫ്രിഡ്ജ് വൃത്തിയാക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ നമ്മളെ റാക്കിലുള്ള ആ സാധനമൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് എന്നിട്ട് ആ റാക്ക് കഴുകിയിട്ട് അത് അതിലേക്ക് എന്നെ വെച്ചിട്ട് പിന്നെ ആ സാധനം അതിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷമാണ് അടുത്ത റാക്ക് എടുക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുമല്ലോ അങ്ങനെ. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചത് സിനമൺ ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് കറാം പട്ടയാണെന്നാണ്, പക്ഷെ അത് നമ്മൾ മുനിർക്കായിരുന്നു വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് സിനമൺ ആണ്. പക്ഷെ കാണാനൊക്കെ നമ്മൾ കറാമ്പട്ടൻ്റെ മാതിരി ഉണ്ടെങ്കിലും ടേസ്റ്റ് നല്ല വ്യത്യാസമാണ്. നമ്മൾ ചായയിലൊക്കെ ഇട്ട് ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ ഡ്രസ്സിൻ്റെ, അപ്പോൾ ഞാൻ കാണിച്ചെന്ന കോഡ് സെറ്റാണ് കേട്ടോ. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ജ്വല്ലറി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, നേരെ ജ്വല്ലറിയിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.